ഉണർവ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അടുത്ത വിഷയം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ജ്ഞാനിയായ ശലോമോൻ താൻ പണി കഴിപ്പിച്ച ദൈവാലയത്തിൻ്റെ വാതിൽക്കലിരുന്ന് യാഗപീഠങ്ങളെ പണിത് ദൈവത്തിന് യാഗമർപ്പിച്ച് അന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആ നാളിൽ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്. 1 രാജാക്കന്മാർ 8:47. അവിടെ ഉണർവിന് അനന്തരമായി സംഭവിക്കുന്നതായിട്ടുള്ള ചില വിഷയങ്ങളെ താൻ പറയുകയാണ്. എണ്ണി പറഞ്ഞാൽ 5 വിഷയങ്ങളെയാണ് ആ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉണർവിന് അനന്തരമായി സംഭവിക്കുന്ന 5 വിഷയങ്ങൾ. എന്നാൽ ഈ ഉണർവ് സംഭവിക്കുന്നതിനെ കുറിച്ച് ആ വാക്യത്തെ ഒന്ന് വായിക്കാമോ? അവർ പിടിക്കപ്പെട്ടുകൊണ്ട് വായിക്കാമോ? അവരെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ദേശത്ത് വെച്ച് അവർ നിൽക്കട്ടെ. അവരെ പിടിച്ചുകൊണ്ട് പോയിരുന്ന ദേശത്ത് വെച്ച് അവർ ഉണർന്നു. ഇന്ന് നമ്മൾ പലപ്പോഴും പറയും, എനിക്ക് ഉണരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങളുടെ ചർച്ചിൽ അതിനുള്ള ഇപ്പം പഴയതുപോലെ ഞങ്ങളുടെ ചർച്ചിൽ അതിനുള്ള ഒരു റിവൈവൽ ഇല്ലെന്നേ. പിന്നെ എങ്ങനെയാണ് ഞാൻ ഉണരുന്നേ? ഞങ്ങളുടെ പിള്ളേർക്കൊന്നും ഇപ്പം പഴയ പോലെ ഒരു ഉണർവില്ല. എന്താ കാര്യം? ഞങ്ങളുടെ ചർച്ചിൽ അങ്ങനത്തെ ഒരു പവറൊന്നും ഇപ്പം ഇല്ലെന്നേ. എന്താ ഉണരാത്തത്? എന്താ ഉണർവില്ലാത്തത്? കോവിഡ് വന്നതോടുകൂടിയൊക്കെ ആ കൂട്ടായ്മ ഒന്നിച്ചുള്ള കയ്യടിയും പാട്ടുമൊക്കെ പോയതോടുകൂടി ഉണർവ് പോയി എന്നേ. പക്ഷെ ഇവിടെ എവിടെ ഉണർവ് സംഭവിച്ചെന്നറിയാമോ? അവരെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ദേശത്ത് വെച്ച് അവർ ഉണർന്നു. ഇന്ന് പലരും പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ബാബേലിൽ നിന്ന് അങ്ങ് യെരൂശലേമിലൊന്ന് ചെന്ന് ആലയമൊക്കെ ഒന്ന് പണിത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഒന്ന് ഉണരും. എന്നിട്ട് വേണം എൻ്റെ പാസ്റ്ററെ, നമ്മുടെ കർത്താവ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പാ പിറ്റേ മാസം ഞാൻ സ്നാനപ്പെട്ടിരിക്കും. എൻ്റെ അച്ഛനൊരു വിസ കിട്ടിയാൽ മതി, ഞാൻ ഉറപ്പായിട്ട് സ്നാനപ്പെട്ടിരിക്കും. പക്ഷെ ഉണർവ് സംഭവിക്കുന്നത് സ്വദേശത്ത് വെച്ചാകണമെന്ന് നിർബന്ധമില്ല. അവരെ പിടിച്ചുകൊണ്ട് പോയിരുന്ന ദേശത്ത് വെച്ച് അവർ ഉണർന്നു. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏത് പിടിക്കപ്പെട്ട അവസ്ഥയിലാണോ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഉണരാൻ കഴിയും. നിങ്ങൾ ഏത് അവസ്ഥയിലാണോ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഉണരാൻ കഴിയും. നിങ്ങൾ എന്ത് ശക്തിയാണ് നിങ്ങളെ പിടിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഉണരാൻ കഴിയും. രോഗം നിങ്ങളെ പിടിച്ചുകൊണ്ടുപോയോ? സാമ്പത്തിക ബാധ്യത നിങ്ങളെ പിടിച്ചുകൊണ്ടുപോയോ? അപമാനം നിങ്ങളെ പിടിച്ചുകൊണ്ടുപോയോ? ഡിപ്രഷൻ നിങ്ങളെ പിടിച്ചുകൊണ്ടുപോയോ? ഒറ്റപ്പെടലും സകലരും നിങ്ങളെ തള്ളിക്കളഞ്ഞ അവസ്ഥകളിൽ നിങ്ങൾ പിടിക്കപ്പെട്ടോ? പാപം നിങ്ങളെ പിടിച്ചുകൊണ്ടുപോയോ? അകൃത്യം നിങ്ങളെ പിടിച്ചുകൊണ്ടുപോയോ? നിങ്ങൾ എവിടെ പിടിക്കപ്പെട്ടോ? പിടിക്കപ്പെട്ട ഇടത്തിരുന്ന ഒരു ഉണർവ് ഇന്ന് പകൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തോടൊന്ന് പറ, അപ്പാ പിടിക്കപ്പെട്ട ഇടത്തുനിന്ന് എനിക്കൊരു ഉണർവുണ്ടാകണം. പിടിക്കപ്പെട്ട ഇടത്തുനിന്നൊരു ഉണർവ്. യെസ്, ഒരു മദ്യപാനത്തിന് പിടിക്കപ്പെട്ടോ? ഒരു വെറുക്കൂത്തിന് പിടിക്കപ്പെട്ടോ? ഒരു ദുശീലത്തിന് പിടിക്കപ്പെട്ടോ? ആ പിടിക്കപ്പെട്ട ഇടത്ത് തന്നെ ഒരു ഉണർവ് വ്യാപരിക്കട്ടെ. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളികൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും പിടിക്കപ്പെട്ടവരായി പൈശാചിക ദേശത്തിന്റെ അകത്ത് എവിടെയെങ്കിലും ആയിരിക്കുന്നത്, ഇന്ന് പകൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. അപ്പാ, അവർ പിടിക്കപ്പെട്ട ഇടത്തൊരു ഉണർവ് അവരെ തൊടട്ടെ. അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഇടത്ത്, അവർ അടിമകളായിരിക്കുന്ന ഇടത്ത്, അവർ പോരാട്ടം അനുഭവിക്കുന്ന ഇടത്ത്, അവിടെ വെച്ച് അവർ ഉണർത്തപ്പെടട്ടെ. യെസ്, ഉണർവ് സഭയ്ക്കകത്തൊന്നല്ല, ഉണർവ് ക്രൂസൈഡിനകത്തൊന്നല്ല. ദൈവത്തിന് ഉണരാൻ മനസ്സുണ്ടെങ്കിൽ അവനെ ഏതവസ്ഥയിലായിരുന്നാലും ദൈവത്തിന് ഉണർത്തുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ട്, എൻ്റെ സാഹചര്യങ്ങൾ എൻ്റെ ഉണർവിന് തടസ്സമല്ല. എൻ്റെ സാഹചര്യങ്ങൾ എൻ്റെ ഉണർവിന് തടസ്സമല്ല. ഉറപ്പുണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവരെ ഒന്ന് തോട്ടിട്ട് പറ, സാഹചര്യങ്ങൾ ഉണർവിന് തടസ്സമല്ല. സാഹചര്യങ്ങൾ ഉണർവിന് തടസ്സമല്ല. ശലോമോൻ പറയുകയാണ്, പിടിക്കപ്പെട്ട ദേശത്ത് പോയിരുന്ന് അവർ ഉണരോ. മനോഹരമായിരിക്കുന്ന ദൈവാലയം പണിത് നിർത്തിയിട്ട് ശലോമോൻ പറയുക, ഇതിനകത്ത് മാത്രമല്ല ഉണർവ്. നാളെ ഒരുത്തൻ പിടിക്കപ്പെട്ട ബാബേലിലോ അശൂരിലോ ഫെലിസ്തീയ ദേശത്തോ പോയാൽ അവിടെയും ഉണർവ് വ്യാപരിക്കാം. കാരണം എന്റെ ദൈവം സർവ്വലൗകികനായിരിക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം യൂണിവേഴ്സൽ ഗോഡാണ്. ഞാൻ പണിത യെരൂശലേമിന്റെ ദൈവാലയത്തിൽ മാത്രമല്ല, അവൻ ഏത് പാതാളത്തിൽ പോയാലോ, അവൻ ഏത് മണ്ഡലത്തിൽ പോയാലോ, അവനെ അവിടെ ഇരുത്തി ഉണർത്താൻ എന്റെ ദൈവത്തിന്
വഴിയോ യോനെ ഉണർന്നത്, സ്തോത്രം, യോനെ ഉണർന്നത് കടലിന്റെ അടിത്തട്ടിൽ വെച്ചാണെങ്കിൽ, ഹല്ലേലൂയ, ഇളയ പുത്രൻ അവ ഉണർന്നത് പന്നിയുടെ കൂട്ടിനകത്തിരുന്നാണെങ്കിൽ, ഇന്ന് പകൽ വിശ്വസിക്ക, എന്റെ കുടുംബത്തിനകത്ത് ഉണർവ് വരാൻ യാതൊരു കാര്യവും തടസ്സമല്ല. ഉണർവിന് സാഹചര്യങ്ങൾ തടസ്സമല്ല. ഉണർവിന് സാഹചര്യങ്ങൾ തടസ്സമല്ല. നിന്റെ കുഞ്ഞ കൂട്ടുകെട്ടിന്ന് പുറത്തു വന്നാൽ അവൻ ഉണരുമെന്ന് പറയരുത്. അവൻ ആ കൂട്ടുകെട്ടിനകത്തിരുന്ന് തന്നെ ഒരു ഉണർവ് കിട്ടും. വിശ്വസിക്ക, അവൻ ആ കൂട്ടുകെട്ടിനകത്തിരുന്ന് തന്നെ ഒരു ഉണർവ് കിട്ടും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? അവൻ കൂട്ടുകാരും കൂടി രാത്രി അവൻ എവിടെ വേണ്ടാത്തിടത്ത് പോയിരിക്കുന്നു, അവിടെ വെച്ച് അവന് ദൈവത്തിന്റെ ഉണർവ് തൊടും. അവിടെ നിന്ന് അവൻ പൊങ്ങി വരും. അവിടെ നിന്ന് അവനെ ദൈവം പിടിച്ചുകൊണ്ടുവരാം. ഇളയ പുത്രനെ പന്നിക്കൂട്ടിലിരുത്തി ഉണർത്തിയ ദൈവം, യോനയെ കടലിന്റെ ആഴത്തിലിരുത്തി ഉണർത്തിയ ദൈവം, എന്റെ തലമുറകളെ അവനായിരിക്കുന്ന ഇടത്തു നിന്ന് ഉണർത്തും. വിശ്വസിക്ക, എന്റെ ദൈവം ഉണർത്തും. അവർ പിടിക്കപ്പെട്ട ദേശത്ത് വെച്ച് അവർ ഉണർന്നു. ഇനിയും ഉണർന്നാലുള്ള 5 കാര്യങ്ങളാണ് പറയുന്നത്. വായിക്കാമോ? ഉണർന്നാൽ ആദ്യം എന്ത് സംഭവിക്കും? ഉണർവിന്റെ ഒന്നാമത്തെ അടയാളം എന്താണ്? മനം തിരിയും. 2, അവരെ ബദ്ധരാക്കി കൊണ്ടുപോയ ദേശത്ത് വെച്ച് ഞങ്ങൾ പാപം ചെയ്തു, അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നങ്ങ് സമ്മതിക്കും. ഉണർവ് വന്നാൽ ഒന്ന് മനം തിരിയും. ഉണർവ് വന്നാൽ ഒരു യൂട്ടേൺ ഉണ്ടാകും. ഉണർവ് വന്നാൽ തെറ്റുകൾ അപ്പുറത്തും ഇപ്പുറത്തും പഴിചാരത്തില്ല. ഞാനാ ചെയ്തത് സമ്മതിക്കും. ഉണർവ് വന്നാൽ മൂന്നാമത്തെ കാര്യം, തുടർന്ന് വായിച്ചു. അവരെ ബദ്ധരാക്കി കൊണ്ടുപോയ ദേശത്ത് വെച്ച് ഞങ്ങൾ പാപം ചെയ്ത് അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിന്നോട് യാചിക്കും. അടുത്തത്, അവരെ പിടിച്ചുകൊണ്ടുപോയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്കിലേക്ക് തിരിഞ്ഞ്, അവർ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ നിങ്കിലേക്ക് തിരിയും. അവരുടെ മനസ്സ് ഫുള്ളായിട്ട് ദൈവത്തിന് കൊടുക്കാൻ തുടങ്ങും. അടുത്ത ഭാഗം, നീ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും നോക്കി നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പൊ ഉണർവിന് അനന്തരമായി ഉണ്ടാകുന്ന 5 കാര്യങ്ങൾ. 1, മനം തിരിയും. 2, തെറ്റുകുറ്റങ്ങൾ സമ്മതിക്കും. 3, ദൈവത്തോട് യാചിക്കും. 4, ഹൃദയം പൂർണ്ണമായി ദൈവത്തിന് കൊടുക്കും. 5, പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കും. ഇതാണ് ഉണർവിൻ്റെ 5 തലങ്ങൾ. ശലോമോൻ പറയുന്നത് ഉണർവിൻ്റെ 5 തലങ്ങൾ. ഈ നാളുകളിൽ ദൈവസഭയ്ക്കകത്ത് ഉണർവ് വ്യാപരിക്കുമ്പോൾ ഒന്നാമത് സംഭവിക്കേണ്ടത് എന്താണെന്നറിയാമോ? മനം തിരിയണം. മനം തിരിയൽ, മാനസാന്തരം എന്ന് നാം പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഒരു അഭക്തൻ ക്രൈസ്തവതയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവൻ കടന്നു വരുന്ന അവൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് പലപ്പോഴും നാം വിട്ടുകളയുന്ന ഒരു ഭാഗമുണ്ട്. മാത്രമല്ല, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒത്തിരി ദുർസ്വഭാവങ്ങൾ മാറും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും, പണ്ട് ഞാനൊരു മദ്യപാനിയായിരുന്നു, പണ്ട് ഞാൻ ചീട്ട് കളിക്കുമായിരുന്നു, പണ്ട് ഞാൻ ഗുണ്ടാത്തലവനായിരുന്നു, പണ്ട് ഞാനാണെങ്കിൽ നാട്ടിലെ അറിയപ്പെട്ട കുഴപ്പക്കാരനായിരുന്നു, അതിൽ നിന്നെല്ലാം ഞാൻ മാറി, ഞാൻ ഇന്നൊരു ആത്മീയനാണ്, ഞാൻ ഇന്നൊരു പാസ്റ്ററാണ്, ഞാൻ ഇന്ന് ദൈവവചനം പ്രസംഗിക്കും. എൻ്റെ പൊന്നു പാസ്റ്ററെ, ഇത് 10-20 വർഷം മുമ്പ് നടന്ന മാനസാന്തരമാണ്. പക്ഷേ ആ മാനസാന്തരത്തിൻ്റെ പ്രോസസ്സ് അവിടെ തീരേണ്ടതല്ല. കാരണം കൊലോസ്യ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതായ ഒരു ഭാഗമുണ്ട്. അതിൻ്റെ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം. 5-ാം വാക്യം, കൊലോസ്യർ 3:5. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. ഇവിടെ ആണെങ്കിൽ പറയുന്ന 5 പാപങ്ങളുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനായ അത്യാഗ്രഹം. എന്നിട്ട് ഇനി അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാമോ? 7-ാം വാക്യം, അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോകുന്നു. ഇപ്പം നിങ്ങൾ അതിൽ നടക്കുന്നില്ല.
ദുർനടപ്പില്ല, അശുദ്ധിയില്ല, അതിരാഗമില്ല, വിഗ്രഹാരാധനയില്ല, യാതൊരു വിധമായിട്ടുള്ള ഈ വിധ കാര്യവും ഇല്ല. അപ്പോൾ മാനസാന്തരം പൂർണ്ണമായില്ലേ? മുമ്പേ നിങ്ങൾ അവയിൽ നടന്നു പോകുന്നു, മാനസാന്തരം പൂർണ്ണമായി. പക്ഷേ അതിന്റെ അടുത്ത വാക്യം, 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവി. അപ്പോ രക്ഷിക്കപ്പെട്ട് കർത്താവിലേക്ക് വരുമ്പം വിട്ടുകളഞ്ഞത് എന്താണെന്നറിയാമോ? പുകയില വിട്ടുകളഞ്ഞു, തമ്പാക്ക് വിട്ടുകളഞ്ഞു, സിഗരറ്റ് വിട്ടുകളഞ്ഞു, മദ്യക്കുപ്പി വിട്ടുകളഞ്ഞു, സിനിമ വിട്ടുകളഞ്ഞു, ഈ സീരിയൽ വിട്ടുകളഞ്ഞു, ഇതൊക്കെ വിട്ടുകളഞ്ഞു. അതൊക്കെ അന്നത്തെ മാനസാന്തരം. പക്ഷെ ഇപ്പൊ പറയാണ് അത് കഴിഞ്ഞു, ആ എപ്പിസോഡ് തീർന്നു, അത് കഴിഞ്ഞെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തോ വേണം? ഇപ്പോഴോ നിങ്ങൾ കോപം, ക്രോധം, വായിൽ നിന്ന് വരുന്ന ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇവയെ നിങ്ങൾ എന്ത് ചെയ്യണം? വിട്ടുകളയണം. ഇവയെ നിങ്ങൾ വിട്ടുകളയണം. അപ്പം മാനസാന്തരം, ഞാൻ എന്നാ മാനസാന്തരപ്പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ പൊന്നു കർത്താവേ, ഇനിയും മാനസാന്തരപ്പെടാനുണ്ട്. നിങ്ങളൊക്കെ എന്നേക്കാൾ ഒത്തിരി പേരും പ്രായത്തിൽ മുതിർന്നവരും എന്നേക്കാൾ വിശുദ്ധരുമാണ്. ആകയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എൻ്റെ അത്രയും മാനസാന്തരപ്പെടേണ്ടതില്ല. പക്ഷേ ഞാനൊരു കാര്യം അറിയാം, ഞാനിനി ഒത്തിരി മാനസാന്തരപ്പെടാനുണ്ട്. ഞാൻ പെന്തക്കോസിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കെല്ലാം ഉള്ള ഒരു കുഴപ്പം എനിക്കുമുണ്ട്. എല്ലാം തലതിരിഞ്ഞായിരുന്നു. നമ്മുടെ അടിസ്ഥാന ഉപദേശങ്ങൾ പറയുമ്പോൾ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. മാനസാന്തരപ്പെട്ടിട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ സ്നാനമേൽക്കണം, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇതായിരുന്നു ക്രിസ്തീയതയുടെ 3 സ്റ്റെപ്പായിട്ട്. അതാണ് ബേസിക്സ്. പക്ഷെ ഞാൻ എങ്ങനെയായിരുന്നു എന്നറിയാം? 9-ാമത്തെ വയസ്സിൽ ആദ്യം അഭിഷേകം പ്രാപിച്ചു, മാനസാന്തരമില്ലായിരുന്നു. 14-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. അപ്പോഴും ഈ പാപം എന്താണെന്ന് നമുക്ക് അതിന് മാത്രം അറിയത്തില്ലല്ലോ. സത്യം പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിന് ശേഷമാണ് യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ടത്. ഉള്ളതങ്ങ് പറയാമേ സഹോദരങ്ങളെ. പെന്തക്കോസിൻ്റെ തലമുറകൾ, 3-ാം തലമുറകൾ വരുമ്പോൾ ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല, നല്ലൊരു ഭാഗം ഇന്നത്തെ തലമുറയുടെ ഒരു കാര്യമാണ്. എപ്പോഴാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത്? നമ്മൾ പറയും നമ്മുടെ അപ്പച്ചൻ തുടങ്ങിയേ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയും. ഞാനെപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്? ഞാൻ ആ ഭാഗത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവുകയല്ല. പക്ഷെ ഇവിടെ പറയുകയാണ്, ഉണർവ് വരുമ്പോൾ മനം തിരിയലുണ്ടാകും. ഈ ദിവസങ്ങളിൽ നമ്മൾ ഉണർവ് സംഭവിക്കുമ്പോൾ, നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിലെങ്കിലും പാളിച്ചയുണ്ടെങ്കിൽ ഒരു മനം തിരിയൽ, ഒരു റീതിങ്കിങ്, നമ്മുടെ തോട്ട്സിൽ ഒരു റിട്ടേൺ. ഈ മനം തിരിയലിൻ്റെ സിമ്പിൾ ഒരു വെർഷൻ ഞാൻ പറയാം. എന്തായിരിക്കുമെന്നറിയാമോ? അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു, അന്നേരം കോപിക്കണ്ടായിരുന്നു. ഇത്രയുമേ ഉള്ളൂ മനം തിരിയലിൻ്റെ 1-ാമത്തെ സ്റ്റെപ്പ്. ഈ ഒരു ഉപവാസ പ്രാർത്ഥനകളിൽ അന്ന് വെറുതെ പാസ്റ്റർ എടുത്ത് ചൂടാവണ്ടായിരുന്നു. അന്ന് ആ കൊച്ചിനെ വെറുതെ വഴക്ക് പറയണ്ടായിരുന്നു. അന്ന് വെറുതെ ഞാൻ അച്ഛനോട് കോപിച്ചതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു തോന്നൽ, മനം തിരിയാനൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ഉണർവ് സ്റ്റാർട്ടായി. മനം തിരിഞ്ഞാൽ അത് വേണ്ടായിരുന്നു. 10 രൂപ 2 രൂപയ്ക്ക് ആ കണ്ടക്ടർ എടുത്ത് ബഹളം വെക്കണ്ടായിരുന്നു, പോട്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു. അരമണിക്കൂർ നേരത്തെ പണിക്കാരൻ പോയപ്പം അവനെ പിന്നെ അരമണിക്കൂറുടെ നിർത്തി പണിയിപ്പിക്കണ്ടായിരുന്നു, 50 രൂപ കുറയ്ക്കണ്ടായിരുന്നു, പോട്ടെ. മനം തിരിയൽ. ഇനിയും ഏതായിരുന്നാലും അങ്ങനത്തെ ഒരു കാര്യം ചെയ്യത്തില്ല. മനം തിരിയ, അതിനെ ഒന്ന് റീതിങ്ക് ചെയ്യുക. ഉണർന്നാൽ മനം തിരിയും. അത് ചെയ്യരുതായിരുന്നു, അത് വേണ്ടായിരുന്നു. അന്ന് ആ ഉപവാസ പ്രാർത്ഥന നടന്നപ്പം വെറുതെ കല്യാണത്തിന് പോകണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതമായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധങ്ങളിലുള്ള വിള്ളലുകളായിരിക്കാം, ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സാമ്പത്തിക ഇടപാടുകളായിരിക്കാം, ആ വിഷയത്തിൽ അത് വേണ്ടായിരുന്നു. അന്ന് പോയി അയൽവക്കത്തുനിന്ന് സ്വർണം മേടിച്ച് പണയം വെക്കണ്ടായിരുന്നു, അന്ന് പോയി കടം മേടിക്കണ്ടായിരുന്നു. ഒരു മനം തിരിയലുണ്ടാകണം.
അതാണ് ഉണർവിൻ്റെ ഒന്നാമത്തെ ഭാഗം. മനം തിരിഞ്ഞിട്ട് അടുത്തത് എന്താണ്? മനം തിരിഞ്ഞിട്ട് രണ്ടാമതായി പറയുന്നത് ഇതാണ്: ഞങ്ങൾ പാപം ചെയ്തു, അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഉണർവിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്താണെന്നറിയാം? ഒന്ന്, മനസ്സിനകത്താ തിരിവുണ്ടായത്. വെറുതെ അച്ഛൻ്റെ അടുത്ത് രാവിലെ ഒരു കാര്യമില്ലാതെ ഞാൻ ചൂടായി, മനം തിരിഞ്ഞു. ചെല്ലുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അങ്ങ് മറക്കും, ഇത് സ്ഥിരം പരിപാടിയല്ലേ. ചെന്നിട്ട് നൈസായിട്ട് അച്ഛാ കുടിക്കാൻ വല്ലതും വേണോ? മനം തിരിഞ്ഞതേ ഉള്ളൂ, പക്ഷെ പറഞ്ഞില്ല. തിരിഞ്ഞ് ചെല്ലുന്നുണ്ടെ പറയണം, ഞാനേ രാവിലെ ഏതാണ്ട് പറഞ്ഞപ്പം എടി നിൻ്റെ അടുത്ത് വെറുതെ അങ്ങ് കോപിച്ചു, ഒരു കാര്യവും ഇല്ലാഞ്ഞിട്ടാന്ന് പറയാം. പോട്ടും കൂടെ നീ അങ്ങ് വിട്ടുകള. പറയുകയാണ്. ദൈവത്തോട് ചെയ്ത തെറ്റ് ദൈവത്തോട് പറയണം, മനുഷ്യനോട് ചെയ്ത തെറ്റ് മനുഷ്യനോട് പറയണം. നമ്മൾ പലപ്പോഴും മനുഷ്യനോട് ചെയ്ത തെറ്റ് ആരോട് പറയുന്നറിയാം? ദൈവത്തോട് പറയും. ദൈവത്തോട് ചെയ്ത തെറ്റ് ആരോട് പറയുന്നറിയാം? മനുഷ്യനോട് പറയും. നമ്മൾ പറയും, എൻ്റെ പാസ്റ്ററെ കഴിഞ്ഞ ദിവസമൊക്കെ ഉപവസിക്കണമെന്ന് ചിന്തിച്ചു, പക്ഷെ ഉപവസിക്കാൻ പറ്റിയില്ല, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ക്ഷമിക്കണം കേട്ടോ. ഇതാരോട് ചെയ്ത തെറ്റാ? ദൈവത്തോട്. പറയുന്നത് ആരോടാ? പാസ്റ്ററോട്. കർത്താവേ, ഇന്നലെ ഞാൻ വായി പിടിച്ചതെല്ലാം അവളെ അങ്ങ് പറഞ്ഞു, എൻ്റെ വിഷമം കൊണ്ടും ദേഷ്യം കൊണ്ടും ഒക്കെ അങ്ങ് പറഞ്ഞതാ, എൻ്റെ ദൈവം എന്നോടങ്ങ് ക്ഷമിക്കണേ, അവളെ അങ്ങ് അനുഗ്രഹിക്കണേ. അവളോട് ചെയ്ത തെറ്റ് ആരോടാ പറഞ്ഞത്? ദൈവത്തോട്. പക്ഷെ ഇത് തിരിച്ചാ പറയേണ്ടത്. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നമുക്കൊരു നമ്മുടെ മനം തിരിഞ്ഞാൽ രണ്ടാമത് എന്ത് ചെയ്യുമെന്നറിയാവോ? നമ്മൾ പറയും. വിശ്വാസം മാത്രമല്ല നമ്മൾ ഏറ്റുപറയേണ്ടത്, പകരം അനുതാപത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറയണം. അവിടെയാണ് ഉണർവ് സംഭവിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഇവിടെ നിങ്ങൾ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ കുറവുകളാണെങ്കിൽ ദൈവത്തോട് നിങ്ങൾ പറയണം, കർത്താവേ ഞാൻ എൻ്റെ ജീവിതത്തിൽ തെറ്റു പറ്റിപ്പോയി, എൻ്റെ ജീവിതത്തിൽ കുറവ് പറ്റിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം വരുമ്പോൾ സംഭവിക്കുന്നത് അതാ. അല്ലെങ്കിൽ യേശുവിൻ്റെ പവർ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, പത്രോസിൻ്റെ പടകിൽ യേശു വന്നു. പത്രോസിൻ്റെ അടുക്കൽ യേശു പറഞ്ഞു, പടക് നീക്കാൻ പറഞ്ഞു. യേശു അതിൽ കയറി നിന്ന് പ്രസംഗിച്ചു. എന്നിട്ട് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് പത്രോസിന് വല്ല കുഴപ്പമുണ്ടായിരുന്നോ? പത്രോസിന് ഒരു കുഴപ്പമില്ലായിരുന്നു. പത്രോസ് അന്നേരം നല്ല പവർ നിൽക്കായിരുന്നു. കണ്ടോടാ, എൻ്റെ പടകിനകത്തായി ഇപ്പം പ്രസംഗം നടക്കുന്നതെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയി, സ്തോത്രം, നീ പോയി വല വീശാൻ പറഞ്ഞു. അന്നേരം പത്രോസ് ന്യായം പറഞ്ഞു, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാമെന്നൊക്കെ പറഞ്ഞ് പെരുത്ത മീൻകൂട്ടമായിട്ട് തിരിച്ചു വന്നിട്ട് യേശുവിൻ്റെ മുഖത്ത് നോക്കി ഒരു കാര്യം പറഞ്ഞു, ഞാൻ പാപിയായ മനുഷ്യനാ. അത്ഭുതം കണ്ടപ്പോൾ എന്തോ ഉണ്ടായി? ഉണർവ് വന്നപ്പോൾ എന്തോ ഉണ്ടായി? സമ്മതിച്ചു. ഉണർവിന് 3 വിധത്തിലാണ് ഈ മാനസാന്തരം ഉണ്ടാവുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. 1, ദൈവവചനം കേൾക്കുമ്പോൾ ഉണർവുണ്ടാകും. 2, പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ സാന്നിധ്യവും വരുമ്പോൾ ഉണർവുണ്ടാകും. നമ്മൾ കണ്ടിട്ടില്ല, എത്രയോ ഇടങ്ങളിൽ എത്രയോ പേർ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒരു പ്രസംഗവും ഇല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു സഹോദരി ഇങ്ങനെ വല്ലാതെ എന്നെ നോക്കുക, വല്ലാതെ ഇങ്ങനെ നോക്കി ഭയങ്കരമായിട്ട് ഇങ്ങനെ വിറച്ചിങ്ങനെ നിൽക്കുക. ഞാൻ ഇത് ഇനി എന്തെങ്കിലും ഫിസിക്കൽ ബലഹീനതയാണോ എന്താണിതെന്ന്. അത് കഴിഞ്ഞ ഉടനെ വീട്ടിൽ ചെന്നിട്ട് ഭയങ്കര കരച്ചിൽ, രാത്രി മൊത്തം കരച്ചിൽ. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്ക് സ്നാനപ്പെട്ടേ പറ്റത്തുള്ളൂ. അത് അഭിഷേകത്താൽ ഉളവാകുന്ന ഇത്. 3, ദൈവം ചില നന്മകൾ ചെയ്യുമ്പോൾ, അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ മാനസാന്തരം ഉണ്ടാകും. ജീവിതത്തിൽ വചനം കേട്ട് മാനസാന്തരം ഉണ്ടാകും, അഭിഷേകത്തിൽ കൂടെ മാനസാന്തരം ഉണ്ടാകും, ദൈവപ്രവർത്തികളിൽ കൂടെ മാനസാന്തരം ഉണ്ടാകും. ഇന്ന് പകൽക്കാലം നമ്മളിൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇതുപോലെ മാനസാന്തരം ഉണ്ടായിട്ടുണ്ട്. സക്കായി ഇതെല്ലാം സമ്മതിക്കുകയാണ്, കർത്താവേ ഞാൻ ചതിവായി വാങ്ങിയിട്ടുണ്ട്, ഞാൻ കൊടുക്കാനുണ്ട്, മടക്കി കൊടുക്കാനുണ്ട്, ഇതെല്ലാം സമ്മതിക്കുകയാണ്. എപ്പോഴാണ്? യേശു തൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ, ഉണർവ് സംഭവിക്കുമ്പോൾ നമ്മൾ അറിയാതെ വാ തുറന്ന് പറഞ്ഞു പോകുക. ഇന്ന് പകൽക്കാലം എൻ്റെ ചായ ഈ ഉണർവ് വീട്ടിൽ ചെല്ലുമ്പോൾ
ചെയ്യുമ്പോഴും നിൽക്കാതെ പോയി കഴിഞ്ഞാലോ എന്ന് ഭയമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നിവിടെ ഇരുന്ന് നിങ്ങളുടെ കൈവെള്ളയെ തന്നെ പേനയും കൊണ്ടൊന്ന് എഴുതി വെക്ക്. ഞാൻ ഇന്നാരോട് 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 ക്ഷമ ചോദിച്ചിരിക്കും. ഞാൻ ക്ഷമ ചോദിച്ചിരിക്കോ. ഞാൻ തെറ്റ് ചെയ്തെന്ന് ഞാൻ സമ്മതിക്കോ. അത് ഭാര്യയുടെ അടുക്കലാണെങ്കിൽ ഞാൻ സമ്മതിക്കോ. മക്കളുടെ അടുക്കലാണെങ്കിൽ ഞാൻ സമ്മതിക്കോ. അമ്മായിയപ്പൻ്റെ അമ്മായിയമ്മയുടെ അടുക്കലാണെങ്കിൽ ഞാൻ സമ്മതിക്കോ. കർത്തൃദാസന്മാരുടെ അടുക്കലാണെങ്കിൽ ഞാൻ സമ്മതിക്കോ. അയൽക്കാരുടെ അടുക്കലാണെങ്കിൽ ഞാൻ സമ്മതിക്കോ. ഏറ്റുപറയേണ്ടത് ഞാൻ ഏറ്റുപറയും. നിരപ്പ് പ്രാപിക്കേണ്ടതിന് നിരപ്പ് പ്രാപിക്കോ. മടക്കി കൊടുക്കേണ്ടത് ഞാൻ മടക്കി കൊടുക്കോ. യാക്കോബ് അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവേ. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടു കൂടിയ നീതിമാന്റെ പ്രാർത്ഥനയുടെ പവർ നിങ്ങൾ കാണോ. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ തിരിച്ചറിഞ്ഞാട്ടെ. ഉണർവിന്റെ രണ്ടാമത്തെ തലം എന്തെന്നാൽ കൺഫസിങ് ദ സിൻ, മനസ്സ് തിരിയുക ഒന്നാമത്തെ ഭാഗം. 2, അതിനെ കൺഫസ് ചെയ്യുക. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, മൂന്നാമത്തെ ഭാഗത്തിൽ 48-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, നിന്നോട് അവരെന്ത് ചെയ്യും? നിന്നോടവർ യാചിക്കും. പ്രാർത്ഥനയുടെ ലെവല് മാറും. നിന്നോട് യാചിക്കും, നിന്നോട് യാചിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിനെ കുറിച്ച് പറയുകയാണ്, ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തൻ്റെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിച്ചോ. ദൈവത്തോട് സമനായിരുന്നവൻ, ദൈവത്തിന്റെ മടിത്തട്ടിലിരുന്ന പൊന്നോമന പുത്രൻ, സ്വർഗത്തിലെ രാജകുമാരൻ, സിയോനിലെ രാജാവ് ഇപ്പോൾ ഭൂമിയിൽ ഗത്സമനയുടെ പാറത്തട്ടിൽ നിന്നുകൊണ്ട് മുഖമമർത്തി ഉറക്കെ കരയുകയാണ്. അവൻ യാചിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കണമേ. ഉണർവ് സംഭവിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ലെവല് മാറുക. ഉണർവില്ലാത്ത ഒരു മനുഷ്യൻ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന് ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുക. ഉണർവില്ലാത്ത ഒരു മനുഷ്യൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കുക. ഉണർവില്ലാത്ത ഒരു മനുഷ്യൻ എല്ലാവരും ആത്മാവി നിറയുമ്പോഴോ ഇങ്ങനെ എല്ലാവരുടെയും തുള്ളല് കണ്ടുകൊണ്ടിരിക്കുക. ഉണർവില്ലാത്ത ഒരു മനുഷ്യ പ്രസംഗം കേൾക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ ഉണർവ് വരുമ്പോൾ ഒരു മനുഷ്യൻ എന്തായിത്തീരോ? അവനൊരു യാചകനായിത്തീരോ. അവൻ യാചിക്കാൻ തുടങ്ങും. അവന്റെ സ്ഥാനം മറന്ന്, അവന്റെ നില മറന്ന്, അവന്റെ അളവ് മറന്ന് അവൻ യാചിക്കാൻ തുടങ്ങും. ഇന്ന് പകൽക്കാല എന്നെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനോ യാചിക്കാൻ പറഞ്ഞാൽ ഒരുവന്റെയും പാരമ്പര്യമോ നിലയോ നിലവാരമോ സാമൂഹിക അവസ്ഥയോ നിങ്ങളെ യാചിക്കാൻ പ്രേരിപ്പിക്കത്തില്ല. പക്ഷേ ഉണർവ് വരുമ്പോഴത്തേക്ക് നമ്മൾ യാചനയോടുകൂടെ ദൈവസന്നിധിയിൽ വരാം. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിലമ്പാട് വീണ് യാചിക്കുന്നതിന്റെ പിമ്പ് നമ്മളിൽ വ്യാപരിക്കുന്ന ഉണർവാണ് സത്യ. ഇന്ന് പകൽക്കാല ഒരു ഉണർവിന് എത്ര പേർ ആഗ്രഹിക്കുന്നു? തലയാട്ടിയുള്ള പ്രാർത്ഥനയല്ല, ചുമ്മാതിങ്ങനെ തല കുലുക്കിയുള്ള പ്രാർത്ഥനയല്ല, ചുമ്മാതിങ്ങനെ കൈയും വീശി നടന്നുള്ള ഒരു പ്രാർത്ഥനയല്ല. ദൈവ സഭയ്ക്കകത്ത് ഒരു യാചനയുണ്ടാകണം. ഉറച്ച നിലവിളിയോട് കണ്ണുനീരോടും കൂടെ അവൻ അപേക്ഷയും അഭയയാചനയും കഴിച്ചോ. ഇന്ന് പകൽക്കാല എത്ര ദൈവമക്കൾ ഹൃദയം തുറന്ന് ആഗ്രഹിക്കുന്നു, എനിക്കൊരു യാചനയുടെ ആത്മാവ് വേണം. എന്റെ നില മറന്ന്, എന്റെ നിലവാരം മറന്ന് എനിക്ക് പ്രാർത്ഥിക്കണം. എന്റെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ ഞാൻ സെറ്റിയിലായിരിക്കും ഇരിക്കുന്നത്. എന്റെ വീട്ടിൽ MLA വരുമ്പോൾ ഞാൻ സോഫയിലായിരിക്കും ഇരിക്കുന്നത്. എന്റെ ഫ്രണ്ട്സ് വരുമ്പോൾ ഞാൻ ഡൈനിങ് ചെയറിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ എന്റെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ വരുമ്പോൾ ഞാൻ സോഫയെ കയറി കാലുമേ കാല് വെച്ചല്ല, പകരം ഒരു ഭിക്ഷക്കാരനെ പോലെ, ഒരു യാചകനെ പോലെ ഞാൻ അവന്റെ പാദപീഠത്തിൽ ബെഗ് ചെയ്യോ. ഞാൻ അവന്റെ പാദപീഠത്തിൽ ബെഗ് ചെയ്യോ. യാചനയുടെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഒന്ന്, ഒരു യാചകൻ അവൻ ആരാണെന്നോ എന്താണെന്നോ ഉള്ളതല്ല പ്രത്യേകത. യാചകനായി തീരോ. നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു, കാവടി എടുത്തുകൊണ്ട് നമ്മുടെ വീടുകളിൽ ചിലർ വരുമായിരുന്നു. ഇപ്പോൾ ഒന്നും അതങ്ങനെ കാണാറില്ല. ചില ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ അവർ നേർച്ച നേരും. ഞാൻ 101 വീട്ടിൽ പോയി ഭിക്ഷ യാചിച്ചു കൊള്ളാമെന്ന് പറയുക. എത്ര നല്ല കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും അവരുടെ വസ്ത്രങ്ങളെ അവർ മാറ്റിവെക്കുക. അതിനുശേഷം ഒരു കാഷായ വസ്ത്രം എടുത്തൊടുക്കും. വർജനത്തിന്റെ നിറമായിരുന്നു കാഷായം. ഇന്നത് ആസക്തിയുടെ നിറമായി പോയി. അതവിടെ നിൽക്കട്ടെ. വർജനത്തിന്റെ കാഷായം എടുത്തൊടുത്തിട്ട് ദേഹം മുഴുവൻ ഭസ്മം വാരി പൂശി ഒരു യാചകനെ പോലെ മുകളിൽ ഒരു കാവടിയും എടുത്തു വെച്ച് എല്ലാ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. നമ്മളൊക്കെ നോക്കുമ്പോൾ അയൽവക്കത്തെ നമ്മുടെ ആന്റി ഇതാ ഒരു ഭിക്ഷക്കാരിയെ പോലെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, നിലമാറും, നിലവാരം മറക്കും.
ഒരു മനുഷ്യൻ യാചകനായാൽ, പണ്ട് വൈറ്റിലയിൽ ഒരു ബോർഡ് ഇങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ ആരുമായി കൊള്ളട്ടെ, പക്ഷേ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ മാത്രമായിരിക്കണം. ഞാനത് എൻ്റെ യൗവനകാലത്ത് ഞാനത് വഴി പോകുമ്പോഴൊക്കെ ഇത് കാണുമ്പോൾ ഞാനതിനെ തിരിച്ചു വായിക്കുമായിരുന്നു. നീ ആരുമായി കൊള്ളട്ടെ, അല്ല, നീ വാഹനം ഓടിക്കുമ്പോൾ നീ ഒരിക്കലും ഒരു ഡ്രൈവർ ആകരുത്, നീ എപ്പോഴും ഒരു കർത്തൃദാസനായിരിക്കണം. നീ വാഹനം ഓടിക്കുമ്പോഴും ഒരു കർത്തൃദാസനായിരിക്കണം. നീ കടയിൽ പോകുമ്പോഴും ഒരു കർത്തൃദാസനായിരിക്കണം. നീ മണ്ണിൽ കിളച്ചാലും ഒരു കർത്തൃദാസനായിരിക്കണം. നീ ഒരു യാത്ര പോയാലും കർത്തൃദാസനായിരിക്കണം. നീ ട്രെയിനിൽ കയറിയാലും കർത്തൃദാസനാകണം. നീ ഫ്ലൈറ്റിൽ കയറിയാലും കർത്തൃദാസനാകണം. ഇന്നത് വൈറ്റിലയിൽ ഉണ്ടോ എന്നറിയത്തില്ല. നിങ്ങൾ ആരുമായി കൊള്ളട്ടെ, പക്ഷേ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ മാത്രമായിരിക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ അതിനെ ഇങ്ങനെ പറയാം, നിങ്ങൾ ആരുമായി കൊള്ളട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ ഒരു യാചകനെ പോലെ ദൈവത്തിന്റെ സന്നിധിയെ മുട്ടിപ്പായി നിലവിളിക്കുന്ന, ഒരു നെഞ്ചുരുകി കരയുന്ന, അപ്പാ എന്ന് വിളിക്കുന്ന ജീസസ്, ജീസസ്, ജീസസ്. യാചകന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? യാചകന്റെ രണ്ടാമത്തെ പ്രത്യേകത, യാചകൻ വീട്ടിൽ വന്നാൽ, നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് വന്നാൽ, ഇപ്പോൾ അങ്ങനെയല്ല, പണ്ടൊക്കെ യാചകന്മാർ വന്നാൽ നമ്മുടെ കോളിംഗ് ബെല്ലെ തൊടത്തില്ലായിരുന്നോ? കോളിംഗ് ബെല്ലെ തൊടത്തില്ല, അവിടെ നിന്ന് വിളിക്കാം. കോളിംഗ് ബെല്ല് അവിടെ ഉണ്ടെങ്കിലും കോളിംഗ് ബെല്ലിൽ ലൈറ്റ് കിടന്നാലും അവർ തൊടത്തില്ല. അതാണ് ഒരു യാചകൻ. അവന് ദൈവസന്നിധിയിൽ പറയാൻ കഴിയുന്ന പല പ്രിവിലേജുകളും കാണാം. കർത്താവേ, ഞാൻ ഇത്ര വർഷം നിന്നെ സേവിച്ചോ, കർത്താവെ എനിക്കുള്ളതൊക്കെ നിനക്ക് തന്നു, കർത്താവെ ഞാൻ വിശ്വസ്തനായിട്ട് നിന്നു, എന്നിട്ട് എന്താ കർത്താവെ എന്ന് ചോദിക്കുന്നവനല്ല യാചകൻ. കോളിംഗ് ബെല്ല് കണ്ടാലും അതെ തൊടത്തില്ല. അവൻ ഇപ്പുറത്ത് നിന്ന്, അപ്പാ എന്നോട് കരുണ തോന്നണേ, എന്നോട് കരുണ തോന്നണേ. ഉണർവ് വരുമ്പോൾ പ്രയറിന്റെ സ്റ്റൈല് മാറാ. കർത്താവേ, ഞാൻ നീതിയോടെ നിന്റെ മുമ്പാകെ നടന്നു. ഹിസ്കിയാവ് അങ്ങനെയാ പ്രാർത്ഥിച്ചത്. കർത്താവേ, ഞാൻ നീതിയോടും വിശ്വസ്തയോടും കൂടെ നിന്റെ മുമ്പിൽ നടന്നില്ലേ, പിന്നെ ഇപ്പൊ ഞാൻ മരിക്കാൻ പറ്റുമോ? ഇന്ന് പകൽ ദൈവ പൈതലേ, പ്രിവിലേജുകൾ വെച്ച്, സ്റ്റാൻഡേർഡുകൾ വെച്ച് പ്രാർത്ഥിക്കുന്നവനല്ല യാചകൻ. പിന്നെയോ ഒരു പ്രിവിലേജും എനിക്കില്ല, ഒരു സ്റ്റാൻഡേർഡും എനിക്കില്ല. ഐ ആം നോട്ട് വർതി. എന്നോട് കരുണ തോന്നണേ. ഞാൻ അധ്വാനിച്ചെങ്കിൽ നിന്റെ കൃപ, ഞാൻ വിശ്വസ്തനായെങ്കിൽ നിന്റെ കൃപ, ഞാൻ വിശുദ്ധനായെങ്കിൽ നിന്റെ കൃപ, ഞാൻ നീതിമാനായെങ്കിൽ നിന്റെ കൃപ, എന്നോട് കരുണ തോന്നണേ. യാചകൻ അവൻ 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 പ്രിവിലേജുകളെ യൂസ് ചെയ്യത്തില്ല. യെസ്, ഇന്ന് വരെ ആരെങ്കിലും നിങ്ങൾ പോയി ഭിക്ഷക്കാരുടെ അടുക്കൽ എന്താ കോളിംഗ് ബെല്ല് അടിക്കാൻ ചെന്ന് ചോദിച്ചിട്ടുണ്ടോ? നോ. യാചകന്റെ സ്റ്റൈൽ അതാ. അവന് പ്രിവിലേജുകൾ വേണ്ട പ്രാർത്ഥിക്കാൻ. അവനൊരു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന സഭയിൽ പ്രഖ്യാപിക്കണമെന്നില്ല. പാസ്റ്റർ നല്ലപോലെ ഉണർത്തണമെന്നില്ല. ഹല്ലേലൂയ. വർഷിപ്പ് ലീഡർ 10 പ്രാവശ്യം കൂടെ നിങ്ങളുടെ അടുക്കൽ കൈയടിക്കെന്ന് പറയണമെന്നില്ല. ഈ യാചകന് ഒരു പ്രിവിലേജും വേണ്ട, ഒരു ആനുകൂല്യം വേണ്ട. അവൻ വരുന്നത് യാചിക്കാനാ. യെസ്, യാചകന് അടുത്തതായിട്ട് യാചകന്റെ മറ്റൊരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോകാം. യാചകന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? സ്തോത്ര. ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും യാചകന്റെ ഒരു വിളി കണ്ടിട്ട്, യാചകൻ ഗേറ്റിൽ കൂടെ കയറി വരുന്നത് കണ്ടിട്ട്, ഒരു ഭിക്ഷക്കാരൻ വരുന്നു, ഞാൻ എളുപ്പം പോയി ഡോറ് തുറക്കട്ടെന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും പോയി ഡോറ് തുറന്നിട്ടുണ്ടോ? നമ്മളാരും തുറന്നിട്ടില്ല. ചിലപ്പം പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഒരു ഭിക്ഷക്കാരൻ വരുന്നുണ്ട്, ഒരു ഇച്ചിരി അരിയോ പൈസയോ എടുത്തങ്ങ് കൊടുത്തേരെ എന്ന് പറയാറുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ ഭിക്ഷക്കാരൻ വന്നാൽ വരുന്നെന്ന് കണ്ട ആരും, ദേ നമ്മുടെ അച്ചായൻ വരുന്നു, നമ്മുടെ പാസ്റ്റർ വരുന്നെന്ന് പറഞ്ഞ് നിങ്ങളുടെ പാസ്റ്ററുടെ കാറ് വാതുക്ക വന്ന് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തുനിന്ന് ഒരു ഒറ്റ ചാട്ടം ചാടുക. ഹല്ലേലൂയ. പെട്ടെന്ന് സെറ്റിയുടെ എല്ലാം തുണി പിടിച്ചിടും, ആകെ ഒരു വിരിവിരിപ്പായിരിക്കുക. പക്ഷെ ഒരു ഭിക്ഷക്കാരൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ അനങ്ങുവോ? അനങ്ങത്തില്ല. ഭിക്ഷക്കാരൻ വന്ന് അവിടെ നിന്ന് 4 വിളിച്ചാൽ നിങ്ങൾ അനങ്ങുവോ? ഇല്ല. 5 വിളിച്ചാൽ അനങ്ങുവോ? ഇല്ല. പക്ഷേ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ചെന്ന് കഥ തുറക്കുമ്പോൾ, എന്തൊരു പരിപാടിയാ സാറേ ഇത്, ഞാനിവിടെ നിന്ന് 10 വട്ടം വിളിച്ചെന്ന് ഇതുവരെയെങ്കിലും ഭിക്ഷക്കാരൻ പരാതി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഒരു യാചിക്കുന്നവന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കർത്താവ് എല്ലാ ആഴ്ചയും ഒന്ന്, പാസ്റ്ററെ, എൻ്റെ പാസ്റ്ററെ, ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്താ കേൾക്കാത്തത്? പറയത്തില്ല. ഈ യാചകൻ എത്ര വട്ടം വിളിക്കണമെന്ന്, യാചകൻ എത്ര വട്ടം പറയണമെന്ന് അവിടെ ഒരു ഡിമാൻഡ്, അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. ഹല്ലേലൂയ. നീ ഇത്ര വട്ടം അടിക്കണോ? ഒരിക്കൽ പ്രവാചകൻ വന്ന് ഒരുവന്റെ അടുക്കൽ പറഞ്ഞോ, നീ അടിക്കാൻ പറഞ്ഞോ. അവനെ അടിച്ച് 2 പ്രാവശ്യം കഴിഞ്ഞപ്പം കൈ കഴിച്ചോ. പക്ഷേ യാചകൻ അവനെ നോക്കി പ്രവാചകൻ പറഞ്ഞു, നീ കുറെ പ്രാവശ്യം കൂടെ അടിക്കേണ്ടതായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവമക്കളെ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നമ്മുടെ പ്രാർത്ഥന
പ്രാർത്ഥന എണ്ണമിട്ട് പ്രാർത്ഥിക്കുന്നതാകരുത്. ഒരു യാചക വീടിന്റെ വാരാന്തയിൽ വന്നു നിന്ന് അവന് നന്മ ലഭിക്കുവോൾ, അവന് അനുഗ്രഹം ലഭിക്കുവോൾ, അവന് ആവശ്യം ലഭിക്കുവോൾ അവൻ കരഞ്ഞ് 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 അവൻ നിലവിളിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ യാചനയുടെ ആത്മാവ് ഒരു മനുഷ്യന്റെ മേൽ വന്നാൽ, ഏതായാലും ഇത് അവസാനത്തെ ഇതാ, ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കൂടെ പോകും. ഇതിലും കൂടെ ഞാൻ ഏതായാലും പ്രാർത്ഥിക്കും. നടക്കുന്നെങ്കിൽ ഇപ്പം നടന്നോണം, അല്ലെങ്കിൽ ഇനിയും മേല ഞാൻ പ്രാർത്ഥിക്കത്തില്ല. എന്നോട് പ്രാർത്ഥിക്കാൻ ഇനിയും പറയുകയും ചെയ്യരുത്. അതല്ല യാചന. കിട്ടും ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം, ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം. അതാണ് വിശ്വാസം, അതാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ ഒരു പ്രദർശനമെന്ന് പറയുന്നത് നോൺ സ്റ്റോപ്പ് പ്രെയറാണ്. യെസ്, ഇന്ന് പകൽക്കാലം നിങ്ങൾ എവിടെയെങ്കിലും പ്രാർത്ഥനയിൽ മടുത്തുപോയോ? ഇന്ന് പകൽക്കാല യാചനയുടെ സ്പിരിറ്റിലേക്ക് കയറണം. അതാണ് ഉണർവ്. ഉണർവ് വന്നാൽ 1 മനംതിരിയും, ഉണർവ് വന്നാൽ 2 കൺഫസ് ചെയ്യും, 3 ഉണർവ് വന്നാൽ പ്രാർത്ഥനകൾ യാചനകളായി മാറും, യാചനകളായി മാറും. 4 ഉണർവ് വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തിങ്കിലേക്ക് തിരിയും. പൂർണ്ണ ഹൃദയവും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തിങ്കിലേക്ക് തിരിയും. അതാണ് ഉണർവിന്റെ പ്രത്യേകത. ശദ്രക്, മേശക്, അബേദ്നെഗോ, അസര്യ, മീശായേൽ, ഹനന്യാവ് അവർ വിളിച്ചു പറഞ്ഞു, വിടിവിച്ചാലും വിടിവിച്ചില്ലെങ്കിലോ പൂർണ്ണ ഹൃദയത്തോടുകൂടെ. തെക്കോട്ടൊഴുക്കാണെങ്കിൽ അങ്ങനെ, വടക്കോട്ടൊഴുക്കാണെങ്കിൽ ഇങ്ങനെ, സാഹചര്യത്തിന് അനുസൃതമായിട്ടില്ല. പൂർണ്ണ ഹൃദയത്തോടോ പൂർണ്ണ മനസ്സോടും കൂടെ വെച്ച കാലിനി പുറമോട്ടെടുക്കത്തില്ല. നന്മ വന്നാല്, തിന്മ വന്നാല്, ഉയർച്ച വന്നാല്, താഴ്ച വന്നാല്, എല്ലാരും വീട്ടിട്ട് പോയാല്, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചാല്, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരുന്നാല്, എന്റെ കാര്യങ്ങൾ അനുകൂലമായി നടന്നാല്, എന്റെ കാര്യങ്ങൾ പ്രതികൂലമായി സംഭവിച്ചാല്, ഞാൻ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിച്ചാല്, ഞാൻ പറയുന്നത് അംഗീകരിക്കാതെ പോയാല്, എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചത് നന്മയായാല് തിന്മയായാല് ഞാൻ കളം മാറത്തില്ല. അതാണ് ഉറപ്പ്, അതാണ് ഉണർവ്. സാഹചര്യങ്ങൾക്ക് നോക്കി വള്ളം തുഴയുന്നതല്ല, മേഘങ്ങളെ നോക്കി വിതയ്ക്കുന്നതല്ല, കാറ്റിനെ നോക്കി ഒഴുകുന്നതല്ല. പകരമായി ദൈവത്തിങ്കൽ പ്രത്യാശ വെച്ച് അസര്യ, മീശായേൽ, ഹനന്യാവിനെ പോലെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലോ, വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലോ, രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടില്ലെങ്കിലോ, എന്തൊക്കെ സംഭവിച്ചാല്, എന്തെല്ലാം വന്നാല്, എൻ്റെ കർത്താവിൻ്റെ കാലുകടികളെ ഞാൻ വിടത്തില്ല. എന്തൊക്കെ സംഭവിച്ചാല്, എന്തൊക്കെ സംഭവിച്ചാല് എൻ്റെ കർത്താവിനെ ഞാൻ വിടത്തില്ല. എന്തൊക്കെ സംഭവിച്ചാല് ഈ വിശ്വാസത്തെ ഞാൻ വിടത്തില്ല. എൻ്റെ വീട് ജപ്തി ചെയ്താല്, എൻ്റെ കുടുംബം പട്ടിണി കിടന്നാല്, എൻ്റെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ കിട്ടാതെ പോയാല്, എൻ്റെ അച്ചായന് ജോലി കിട്ടാതെ പോയാല്, എന്തൊക്കെ സംഭവിച്ചാല്, എനിക്ക് സൗഖ്യം ലഭിച്ചാല്, എനിക്ക് സബ്സിഡി ലഭിച്ചില്ലെങ്കിലോ, എനിക്ക് ആനുകൂല്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലോ, ഞാൻ യേശുവിന്റെ പിന്നാലെ പിന്തുടരാ. എനിക്ക് പരീക്ഷ പാസ്സായാല് പാസ്സായില്ലെങ്കിലോ, ഞാൻ ദൈവത്തെ പിന്തുടരാ. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ. ഇന്ന് പകൽ എത്ര പേർ അത് ഏറ്റു പറയാ? അവിടെയാണ് ഉണർവ് ചലിക്കുന്നത്, അതാണ് ഉണർവ് ചലിക്കുന്നത്. ഇന്ന് പകൽ വിളിച്ചു പറ, എന്റെ മേലൊരു ഉണർവ് വ്യാപരിക്കട്ടെ. അപ്പാ, നന്മ കിട്ടുമ്പോ സ്തുതിക്കുകയോ, നന്മ വരാതിരിക്കുമ്പോ പിറുപിറുക്കുകയും ചെയ്യുന്നവനല്ല ഞാൻ. പകരം ഏത് അവസ്ഥ വന്നാല്, ഏത് താഴ്ച വന്നാല്, ഏത് ഉയർച്ച വന്നാല്, അപ്പാ അപ്പാ എനിക്ക് അങ്ങേ പിന്തുടരണം, എനിക്ക് അങ്ങേ പിൻപറ്റണം. എനിക്കതാ വേണ്ടിയത്, അതാ എൻ്റെ ആവശ്യമുള്ള ഉണർവ്. ഇന്ന് എത്ര ദൈവമക്കൾ പറയും, എന്ത് സംഭവിച്ചാലും, എന്തു ഭവിച്ചെന്നാലും, എന്തു സഹിച്ചെന്നാലും, എല്ലാമേശുവേ നന്മയ്ക്കായിട്ടല്ലോ. യേശു മാത്രമേ, യേശു മാത്രമേ, യേശു മാത്രമേ ആത്മസഖി. എൻ്റെ യേശുവേ, എൻ്റെ ജീവനേ, എൻ്റെ ആശയേ, അങ്ങൊന്നു മാത്രമേ. എൻ്റെ യേശുവേ, എൻ്റെ ജീവനേ. ഒന്ന് കരമുയർത്തി പറയാമോ?
ആശയേ നീ ഒന്നു മാത്രമേ, യേശു മാത്രമേ, യേശു മാത്രമേ, യേശു മാത്രമേ ആത്മസഖി, എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ആശയേ അങ്ങൊന്നു മാത്രമേ. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയാമോ? എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ആശയേ അങ്ങൊന്നു മാത്രമേ. എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും ഒന്നുറക്കെ പറയാമോ? എനിക്കെന്തു ഭവിച്ചെന്നാലും ഞാൻ എന്തു സഹിച്ചെന്നാലും എല്ലാമേ യേശുവേ എനിക്കെന്തു ഭവിച്ചെന്നാലും ഞാൻ എന്തു സഹിച്ചെന്നാലും എല്ലാമേ യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. അതാണ് ഉണർവ്. അത്ഭുതങ്ങൾ നടക്കുന്നത് മാത്രമല്ല, അത്ഭുതങ്ങൾ ചലിക്കാതിരിക്കുമ്പോഴും വീര്യപ്രവൃത്തികൾ കാണാതിരിക്കുമ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ചെങ്കടൽ വഴി അടച്ചു നിൽക്കുമ്പോൾ ദൈവം മോശയുടെ അടുക്കൽ പറഞ്ഞു, ഉറച്ചു നിൽപ്പീൻ. 3 ദിവസം വെള്ളം കിട്ടാതെ കൈപ്പേറിയ നീരുറവിനരികെ വന്നപ്പോഴും ദൈവം മോശയോട് പറഞ്ഞു, ഉറച്ചു നിൽക്ക്. വെള്ളം കിട്ടാത്ത കാദേശിൽ തീക്കൽ പാറയുടെ അരികിൽ നിൽക്കുമ്പോഴും ദൈവം മോശയോട് പറഞ്ഞു, ഉറച്ചു നിൽക്ക്. പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്ക്. ഇന്ന് പകൽക്കാലം ഒരു ഉണർവ് നമ്മളിൽ വ്യാപരിക്കട്ടെ. ഉണർവിൻ്റെ 5-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്ന 5-ാമത്തെ ഭാഗം, ആ വാക്യത്തിൻ്റെ 48-ാം വാക്യം അവസാന ഭാഗം ഒന്ന് വായിക്കാമോ? 48-ന്റെ അവസാനം. അവരെ പിടിച്ചുകൊണ്ടുപോയ ശത്രുക്കളുടെ ദേശത്തു നിന്ന് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്കിലേക്ക് തിരിഞ്ഞ് നീ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് നീ തിരഞ്ഞെടുത്ത നഗരത്തെങ്കിലേക്കും ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തെങ്കിലേക്കും നോക്കി. അവിടെ 3 കാര്യങ്ങളെയാണ് നോക്കി പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, പിതാക്കന്മാർക്ക് കൊടുത്ത ദേശം. അതെന്താണ്? വാഗ്ദത്തം. ഞാനതിന് മുന്നേ പറഞ്ഞങ്ങ് പോവുകയാണ്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. പ്രശ്നങ്ങളെ നോക്കി പ്രാർത്ഥിക്കാനാണോ പറഞ്ഞത്? അല്ല. പിതാക്കന്മാർക്ക് കൊടുത്ത ദേശം, അത് അവരുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത പ്രോമിസാണ്. പ്രോമിസ് ലാൻഡ്, വാഗ്ദത്തത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. 2, നീ തെരഞ്ഞെടുത്ത നഗരത്തിലേക്ക്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ, വിളിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. 3, ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയം. അതെന്താണ് ഈ ആലയത്തിന്റെ പ്രത്യേകത? ഈ ആലയം പണിയാൻ കാശൊക്കെ എവിടെ നിന്നാ വന്നേ? ഈ ആലയം പണിയാൻ പൊന്നും വെള്ളിയൊക്കെ എവിടെ നിന്നാ വന്നത്? സിമ്പിൾ, ദാവീദിന്റെ യുദ്ധങ്ങളിലുള്ള ജയം. ആകയാൽ പ്രാർത്ഥിക്കുമ്പോൾ 3 കാര്യങ്ങളിലേക്ക് നോക്കി പ്രാർത്ഥിക്കണമെന്നാണ് ശലോമോൻ ഇവിടെ പറയുന്നത്. 1, വാഗ്ദത്തങ്ങളെ നോക്കി പ്രാർത്ഥിക്കണം. 2, എന്നെ ദൈവം തെരഞ്ഞെടുത്ത് എൻ്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കണം. 3, സ്തോത്രം, ദൈവം എനിക്ക് നൽകിയ ജയങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കണം. വാഗ്ദത്തങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, വിളിയെയും തെരഞ്ഞെടുപ്പിനെയും ഓർത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം. 3-മതായി അവിടെ പറയുന്നത്, സ്തോത്രം, ജയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം ഉണർവുള്ളവനും ഉണർവില്ലാത്തവനും പ്രാർത്ഥിക്കും.
ഉണർവില്ലാത്തവൻ എപ്പോഴും വാഗ്ദത്തങ്ങളെ നോക്കി പ്രാർത്ഥിക്കത്തില്ല. കർത്താവേ, അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞത് കേട്ടില്ലയോ, കർത്താവേ ഇവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞത് കേട്ടില്ലയോ, കർത്താവേ അവളെന്നെ പ്രാഗിയത് കേട്ടില്ലയോ, കർത്താവേ ഇവരെന്നെ പ്രാഗിയത് കേട്ടില്ലയോ, കർത്താവേ ഈ പ്രശ്നങ്ങളൊന്നും നീ കാണുന്നില്ലേ കർത്താവേ. പക്ഷെ ഉണർവുള്ളവൻ അതിലേക്കല്ല നോക്കുന്നത്. ഉണർവുള്ളവൻ പ്രോമിസസിലേക്ക് നോക്കി പ്രാർത്ഥിക്കും, വാഗ്ദത്തങ്ങളിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു ബുക്ക് വായിക്കുമ്പോൾ അതിനകത്ത്, ഞാനിപ്പോൾ പല ആവർത്തി അത് പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾക്കും അത് ആവർത്തന വിരസതയായി തോന്നിയേക്കാം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് സ്ഥിരമായി നാം കേൾക്കുന്നതാണ്, പക്ഷേ അതെന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. നാം പലപ്പോഴും പ്രശ്നങ്ങളുടെ അടുക്കൽ, നാം പലപ്പോഴും ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് പറയും, കർത്താവേ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന്. പക്ഷേ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ പ്രശ്നങ്ങളുടെ അടുക്കൽ ചെന്ന് പറ, എനിക്കൊരു വലിയ ദൈവമുണ്ടെന്ന്. Go to the great mountains and tell, I have a God greater than you. വൻ പർവ്വതങ്ങളെ നോക്കി പറ, എനിക്ക് നിന്നേക്കാൾ വലിയൊരു ദൈവമുണ്ടെന്ന്. സെരൂബാബേൽ ഒരിക്കലും ദൈവത്തിന്റെ അടുക്കൽ ചെന്ന്, ദൈവമേ എൻ്റെ മുമ്പിൽ ഒരു മഹാപർവ്വതം ഉണ്ടെന്ന് പറഞ്ഞില്ല. പകരം മഹാപർവ്വതത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് സഖറിയാവ് പറഞ്ഞു, നിന്നെ സമഭൂമിയാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ അടുക്കൽ നീ പ്രശ്നങ്ങളെ പറയാതെ പ്രശ്നങ്ങളുടെ അടുക്കൽ ദൈവത്തെ പറ. എൻ്റെ പ്രശ്നങ്ങളെ നോക്കി പറ, കർത്താവേ എനിക്ക് 1,00,000 രൂപ കടമുണ്ടെന്നല്ല, 1,00,000 രൂപയുടെ കടത്തെ പിടിച്ചിട്ട് പറ, ഈയിടെ സ്വർഗ പണ്ടാരം മൊത്തം അവകാശം വെച്ചിരിക്കുന്ന അഖിലാണ്ടത്തിന്റെ ഉടയവനായ താമ്പുരാൻ എൻ്റെ അപ്പനാണ് പിശാച് എന്ന് പറ. യെസ്, നിന്റെ രോഗത്തെ നോക്കിയിട്ട് കർത്താവേ എനിക്ക് മുട്ടു മൊത്തം വേദനയാണെന്നല്ല, എടാ കള്ള സാത്താനെ, എൻ്റെ ശരീരത്തെ നിർമ്മിച്ച സകല സൗഖ്യത്തിനും അധികാരമുള്ള യേശു എൻ്റെ ദൈവമാണ്. അടിപ്പുണരുകളിൽ സൗഖ്യമുണ്ടാ സാത്താനെ. കർത്താവേ എൻ്റെ കുഞ്ഞിന് പഠിക്കാൻ ഒരു ബുദ്ധിയില്ല, അവൻ മണ്ടത്തലേനാന്ന് പറയുകയല്ല, അവൻ്റെ മണ്ടത്തലെ പിടിച്ചിട്ട് പറ, എൻ്റെ ദൈവം സർവജ്ഞാനിയാണെന്ന് പറ. യെസ്, പ്രശ്നങ്ങളുടെ അടുക്കൽ ചെന്ന് ദൈവമുണ്ടെന്ന് പറ, ശാപങ്ങളുടെ അടുക്കൽ ചെന്ന് ദൈവമുണ്ടെന്ന് പറ, ബന്ധനങ്ങളുടെ അടുക്കൽ ചെന്ന് ദൈവമുണ്ടെന്ന് പറ, നിന്ദകളുടെ അടുക്കൽ ചെന്ന് ദൈവമുണ്ടെന്ന് പറ, പ്രതിസന്ധികളുടെ അടുക്കൽ ചെന്ന് ദൈവമുണ്ടെന്ന് പറ. യെസ്, ദൈവമുണ്ടെന്ന് പറ. നിങ്ങൾ വടി ആ സ്വർഗത്തിലേക്ക് നീട്ടാതെ, നിങ്ങൾ വടി ചെങ്കടലിലേക്ക് നീട്ട. നിങ്ങൾ വടി പിടിച്ചോണ്ട് ദൈവത്തിന് മുമ്പാകെ നിൽക്കാതെ, നിങ്ങൾ വടി കൊണ്ട് ഫറവോന്റെ അടുക്കലേക്ക് കയറിച്ചല്ല. നിങ്ങൾ വാഗ്ദത്തങ്ങളെ നോക്കി പ്രാർത്ഥിക്ക. ഇന്ന് പകൽക്കാല നിന്റെ 1000 പ്രശ്നങ്ങളെയോ ആ വാഗ്ദത്തം വിഴുങ്ങോ. യെസ്, മോശയുടെ വടി താഴെയിട്ടു, സർപ്പമായി തീർന്നു. ഫറവോന്യം മന്ത്രവാദികളും വടി വിട്ടു, സർപ്പമായി തീർന്നു. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണെന്നറിയാമോ, ഇത് ഫറവോന്റെ സിംഹാസനമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരൊറ്റ മനുഷ്യ മോശ ഇവിടെ നിൽക്കുക, ഫറവോന്റെ മന്ത്രവാദികൾ ഒരു 30-50 പേരുണ്ടെന്നിരിക്കട്ടെ, 50 പേര് നിൽക്കുകയാ. നോക്കിക്കൊണ്ടിരിക്കുമ്പോ മോശയുടെ വടി ഇങ്ങനെ സർപ്പം പോലെ എഴയുകയാണ്. ആ സർപ്പത്തെ 50 പാമ്പുകൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാ. എന്തായിരിക്കും സംഭവിക്കുന്നത്? 50 പാമ്പുകളും കൂടെ ഈ മോശയുടെ പാമ്പിനെ ചൂറ്റി വാരിഞ്ഞ് കാടിച്ചു കീറി തിന്നു കാണും അല്ലേ? അല്ല അല്ല അല്ല, മോശയുടെ ഒറ്റ സർപ്പ വായി പിളർന്നു. മന്ത്രവാദികൾ അത്ര പേരുടെ സർപ്പങ്ങളെ വിഴുങ്ങിക്കളഞ്ഞു. ഇന്ന് പക നിന്റെ ഒറ്റ വാഗ്ദത്തം മതി നിന്റെ 10,000 പ്രശ്നങ്ങളെ വിഴുങ്ങാൻ. നിന്റെ ഒറ്റ വാഗ്ദത്തം മതി നിന്റെ 10,000 പ്രശ്നങ്ങളെ വിഴുങ്ങാൻ. വിശ്വസിക്ക, നിന്റെ സകല രോഗങ്ങളെയോ മാറ്റുവാൻ, നിന്റെ സകല ബാധ്യതകളെയും തീർക്കുവാൻ നിന്റെ ഒറ്റ വാഗ്ദത്തത്തിന് ശക്തിയുണ്ട്. അഭിഷേകത്തിലും ആരാധിച്ച് ദൈവാത്മാവിൽ അതിനെ ഒന്ന് ഏറ്റെടുത്താട്ടെ. ജീസസ് റിബല ബൗഡവാനിയ. മന്ത്രവാദികളുടെ സർപ്പങ്ങൾ എണ്ണിയിട്ടുണ്ടോ? മന്ത്രവാദികളുടെ സർപ്പങ്ങളെ എണ്ണണ്ട. പകരം നിന്റെ സർപ്പത്തെ അങ്ങോട്ട് അഴിച്ചുവിട, നിന്റെ വടിയെ അങ്ങോട്ട് അഴിച്ചുവിട. നിന്റെ വാഗ്ദത്തങ്ങളെ റിലീസ് ചെയ്യ, നിന്റെ അനോയിന്റിങ്ങിനെ റിലീസ് ചെയ്യ. ചിലതിനെ വിഴുങ്ങുന്നത് നീ കാണോ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ രക്തത്തിൽ ജയം ജയം ജയം. അതേ ദൈവ പൈതലേ, നീ വിശ്വസിക്കുക. പ്രാർത്ഥനയുടെ 1-ാമത്തെ ഭാഗം ശലോമോൻ പറയുകയാണ്, നിന്റെ പിതാക്കന്മാർക്ക് കൊടുത്ത, നീ ഇവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ആ ദേശത്തേക്ക് നോക്കി ഇവരെ പ്രാർത്ഥിക്കോ. പ്രശ്നങ്ങളിലേക്ക് നോക്കിയല്ല, നിന്ദകളിലേക്ക് നോക്കിയല്ല, ശാപങ്ങളിലേക്ക് നോക്കിയല്ല, ദൈവത്തിങ്കലേക്ക് നോക്കി. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി.
അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. പ്രശ്നങ്ങളിലേക്ക് നോക്കിയാൽ പ്രകാശിക്കപ്പെടത്തില്ല, പ്രശ്നങ്ങളിലേക്ക് നോക്കിയാൽ പ്രകാശിക്കപ്പെടത്തില്ല, അപവാദങ്ങളിലേക്ക് നോക്കിയാൽ പ്രകാശിക്കപ്പെടത്തില്ല, നെഗറ്റീവ് കമന്റുകളിലേക്ക് നോക്കിയാൽ പ്രകാശിക്കപ്പെടത്തില്ല, പുറകെ പിടിച്ചു വലിക്കുന്നവരെ നോക്കിയാൽ പ്രകാശിക്കപ്പെടത്തില്ല. But look unto Jesus. നിന്റെ വിശ്വാസത്തിന്റെ ഓദറാരാ? നിന്റെ വിശ്വാസ ജീവിതം ആരംഭിച്ചതാരാ? അത് പെർഫെക്റ്റ് ചെയ്യുന്നതാരാ? Look unto him. Anointing. ഉണർവുള്ളവൻ പ്രശ്നങ്ങളെ നോക്കി പ്രാർത്ഥിക്കത്തില്ല. ഉണർവ് വ്യാപരിച്ചാൽ പ്രയറിന്റെ ലെവല് മാറും. ഉണർവ് വ്യാപരിച്ചാൽ പ്രയറിന്റെ ലെവല് മാറും. ഉണർവില്ലാത്തത് കൊണ്ടാ ദൈവസന്നിധിയിലിരുന്ന് എൻ്റെ കർത്താവേ എനിക്കാരുമില്ലേ. അത് ഉണർവിന്റെ പ്രാർത്ഥന അല്ല. ഉണർവുള്ളവൻ എന്തു പറയും? അപ്പാ നീ ആശ്രയം ഇപ്പാരിൽ ഏഴയ്ക്ക്. യെസ്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. ഇന്ന് നിന്നിൽ ഉണർവുണ്ടോ ദൈവ പൈതലേ? നിങ്ങളിൽ ഉണർവുണ്ടോ ദൈവ പൈതലേ? ഒരു ഉണർവ് ഇന്ന് പകൽ എനിക്ക് വേണം. എത്ര ദൈവമക്കൾ പറയുന്നു എനിക്കൊരു ഉണർവ് വേണം? ആ ഉണർവ് വരുമ്പോൾ എൻ്റെ പ്രയറിന്റെ സ്റ്റൈല് മാറും, എൻ്റെ പ്രയറിന്റെ ലെവല് മാറും. എനിക്ക് മൊത്തം പ്രശ്നമാണെന്ന് പറയത്തില്ല, പകരം എനിക്കൊരു വലിയ ദൈവമുണ്ട്. 1000 മന്ത്രവാദികളുടെ വടികളെ കാട്ടിലോ നിന്റെ വടിക്ക് ബലമുണ്ട്. 1000 മന്ത്രവാദികളുടെ പ്രശ്നങ്ങളെ കാട്ടിലോ നിന്റെ വടിക്ക് ശക്തിയുണ്ട്. ഇന്ന് പകൽ നീ വിശ്വസിക്ക, നിന്റെ ഒരൊറ്റ വാഗ്ദത്തം 1000 മന്ത്രവാദികളുടെ വടികളെയോ വിഴുങ്ങിക്കളയോ. ജീസസ്. കർത്തൃദാസന്മാരെ ഞങ്ങളെയൊക്കെ ചിലർ വിളിച്ചിട്ട് പറയും, കർത്തൃദാസനെ ഫോണിൽ കൂടെ പറഞ്ഞ തീരത്തില്ല, ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണം. വീട്ടിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പറഞ്ഞ തീരാത്ത പ്രശ്നമുണ്ട്. ജീസസ്, പറഞ്ഞ തീരാത്ത പ്രശ്നമില്ല, അങ്ങോട്ട് എന്തിനാ പറയുന്നേ? പകരം ഉറക്ക വിളിച്ചു പറ, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. ഉണർവുള്ളവൻ്റെ പ്രാർത്ഥനയുടെ ലെവല് മാറി. ഒന്നാമതായി അവിടെ പറയുകയാണ്, അവൻ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് നോക്കി, വാഗ്ദത്തങ്ങളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. രണ്ടാമതായി പറയുകയാണ്, തെരഞ്ഞെടുത്ത നഗരത്തിലേക്ക്, തെരഞ്ഞെടുപ്പിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. പത്രോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് പറയുന്നത്, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും ഉറപ്പാക്കിക്കൊള്ളുവേൻ. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കുഞ്ഞാട് താൻ തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവനെ ജയിച്ചോ. ഇന്ന് പകൽക്കാലം എത്ര ദൈവമക്കൾ ആത്മാവിൽ യെസ് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുക. എന്തിനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? യെസ്, ക്രിസ്തുവിനോ വേണ്ടി ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനോടുകൂടെ കഷ്ടം അനുഭവിപ്പാനും കൂടെ ഞാൻ വിളിക്കപ്പെട്ടവനാണ്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എൻ്റെ മേലൊരു എലക്ഷൻ ഉണ്ട്, എൻ്റെ മേലൊരു സെലക്ഷൻ ഉണ്ട്. ഞാനൊരു ചോസൺ വെസൽ ആണ്. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞിട്ട് പൗലോസിനെ കുറിച്ച് ദൈവ അനന്യാസിന്റെ അടുക്കൽ പറഞ്ഞു, എൻ്റെ നാമം വഹിപ്പാൻ തക്കവണ്ണം ഞാൻ അവനെ തെരഞ്ഞെടുത്ത ഒരു പാത്രമാ. അവൻ എന്തെല്ലാം കഷ്ടങ്ങൾ സഹിക്കണമെന്ന് ഞാൻ അവനെ കാണിക്കാം. നിന്റെ കഷ്ടങ്ങളുടെ പിമ്പ്, നിന്റെ പ്രതിസന്ധികളുടെ പിമ്പ് ഒരു നിയോഗമുണ്ട്, ഒരു തെരഞ്ഞെടുപ്പുണ്ട്, ഒരു നിയോഗമുണ്ട്, ഒരു തെരഞ്ഞെടുപ്പുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുവേ, യോസേഫിന്റെ കാരാഗ്രഹത്തിന്റെ പിമ്പ് ഒരു ദൈവിക നിയോഗമുണ്ടായിരുന്നു. യാക്കോബിന്റെ പ്രവാസത്തിന്റെ പിമ്പ് ദൈവത്തിന് നിയോഗമുണ്ടായിരുന്നു. അബ്രഹാമിന്റെ മോറിയ മലയ്ക്കപ്പുറം ദൈവത്തിന് ഒരു നിയോഗമുണ്ടായിരുന്നു. ദാവീദിന്റെ ദേശാടനത്തിനപ്പുറം ദൈവത്തിന് ഒരു നിയോഗമുണ്ടായിരുന്നു. പൗലോസിന്റെ കഷ്ടതകൾക്കപ്പുറം ദൈവത്തിനൊരു നിയോഗമുണ്ടായിരുന്നു. യോഹന്നാന്റെ പത്മോസിനപ്പുറം ദൈവത്തിനൊരു നിയോഗമുണ്ടായിരുന്നു. ഇന്ന് പകൽ നീ തിരിച്ചറിഞ്ഞാട്ട് എന്റെ പ്രശ്നങ്ങൾ വെറുതെ അല്ല, ഒരു പർപ്പസ്ഫുൾ ട്രയലിൽ കൂടാണ് ഞാൻ കടന്നു പോകുന്നത്. നിയോഗമില്ലാത്ത കഷ്ടതയല്ല എന്റേത്. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്ക. തെരഞ്ഞെടുപ്പിനെ ഓർത്തുകൊള്ളുവീൻ. തെരഞ്ഞെടുപ്പിനെ ഓർക്കണം. തെരഞ്ഞെടുപ്പിനെ യെസ് ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവോടുകൂടി പ്രാർത്ഥിക്കണം. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഇന്ന് പകൽക്കാലം ഏത് മണ്ഡലത്തിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഉറപ്പാണ്. സ്തോത്ര. യോശുവ മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ സാത്താൻ തന്റെ അരികത്ത് നിന്ന് തന്നെ കുറ്റം ചുമത്തുകയാണ്. പക്ഷെ എങ്ങനെയാണ് താൻ ഓവർകം ചെയ്തതെന്ന് അറിയാമോ? സ്തോത്ര. യോശുവയെ നോക്കിയിട്ട് പറയുകയാണ്, അവൻ തീയിൽ നിന്ന്
നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ, ദൈവം അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവന്റെ തെരഞ്ഞെടുപ്പാണ്. ഇന്ന് പകൽക്കാല പാപത്തിന്റെ ശക്തികൾ നിന്നെ വേട്ടയാടുമ്പോൾ നീ പറഞ്ഞോട്ട്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. പാപത്തിന്റെ ശക്തികൾ നിന്നെ വേട്ടയാടുമ്പോൾ നീ വിളിച്ചു പറഞ്ഞോട്ട്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. രോഗത്തിന്റെ ശക്തികൾ നിന്നെ വേട്ടയാടുമ്പോൾ നീ വിളിച്ചു പറഞ്ഞോട്ട്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നിന്നെ വേട്ടയാടുമ്പോൾ വിളിച്ചു പറഞ്ഞോട്ട്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എന്നെ ദൈവം തെരഞ്ഞെടുത്തതാണ്. ഉണർവ് വരുമ്പോൾ അവന്റെ കഷ്ടതകൾക്കപ്പുറമായി അവന്റെ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് അവനൊരു ഓർമ്മയുണ്ടാകും. കപ്പല് തകരുമ്പോ പൗലോസ് പറഞ്ഞത് ഒരൊറ്റ കാര്യമാ, എന്റെ ദൈവം എന്നെ കൈസറുടെ മുമ്പാകെ നിർത്താൻ വേണ്ടിയാ കൊണ്ടുപോകുന്നത്. കപ്പല് പൊളിഞ്ഞോ എന്നുള്ളതല്ല വിഷയ, ചരക്ക് പോയോ എന്നുള്ളതല്ല വിഷയ, കാറ്റ് പ്രതികൂലമാണോ എന്നുള്ളതല്ല വിഷയ, എന്റെ തെരഞ്ഞെടുപ്പാണ് എന്റെ വിഷയ. ഇന്ന് പകൽക്കാല ലോകത്തിന്റെ സാഹചര്യങ്ങളല്ല, നിന്റെ സാമ്പത്തിക സ്ഥിതിയല്ല, നിന്റെ ആരോഗ്യ നിലവാരമല്ല, ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പർപ്പസ്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനാണ് ശക്തി. വിശ്വസിക്കുക ദൈവ പൈതലേ. ആമേൻ. പ്രാർത്ഥനയിൽ ഒന്ന് പ്രോമിസ് വാഗ്ദത്തങ്ങളിലേക്ക് നോക്കുക, രണ്ട് തെരഞ്ഞെടുപ്പുകളിലേക്ക് നോക്കുക. മൂന്നാമതായിട്ട് എന്താണ്? മൂന്നാമതായിട്ട് ശലോമോൻ പണിതിരിക്കുന്ന ആലയത്തിലേക്ക് നോക്കുക. ശലോമോൻ പണിതിരിക്കുന്ന ആലയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന്, ദാവീദിന്റെ യുദ്ധങ്ങളിലെ ജയം കാണുവാൻ കഴിയുക. രണ്ട്, ദൈവം സീനായി മലയിൽ നൽകിയ മാതൃകയോ ശലോമോന് നൽകിയ ജ്ഞാനത്തെയും കാണുവാൻ കഴിയുക. ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ ഉടലെടുക്കുമ്പോൾ ദൈവിക നടത്തിപ്പിലേക്ക് കൺകൾ ഉയർത്തി, ദൈവിക ജയത്തിലേക്ക് കൺകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവിക വിടുതൽ വ്യാപരിക്കുക. ഈ ഉണർവിനെ കുറിച്ച് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, ഈ ഉണർവിനെ കുറിച്ച് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇതേ കോണ്ടക്സ്റ്റിനെ, ഇതേ സാഹചര്യത്തെ അവിടെ പറയുമ്പോൾ ഈ ഉണർവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഈ 37-ാം വാക്യം, അവരെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്ന ദേശത്ത് വെച്ച് അവർ തങ്ങളുടെ ഹൃദയത്തിൽ ഉണർന്നു. പ്രവാസദേശത്ത് വെച്ച് ഹൃദയത്തിൽ ഉണർന്നു. അപ്പോൾ ഈ ഉണർവ് എവിടെയാണ് ഉണ്ടായത്? സഭയ്ക്കകത്താണോ ഉണർവുണ്ടായത്? ദേശത്തിലാണോ ഉണർവുണ്ടായത്? നമ്മൾ ഇന്ന് ഒത്തിരി പറയും, കർത്താവേ ഭാരതത്തിൻ്റെ ഉണർവിനായി പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ സഭയുടെ ഉണർവിനായി പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ കർത്തൃദാസന്മാരെയൊക്കെ ദൈവം ഉണർത്തേണ്ടതിനായി പ്രാർത്ഥിക്കാം. 2 ദിനവൃത്താന്തം 6:37 ഹൃദയത്തിനകത്തൊരു ഉണർവുണ്ടായി. ഈ നാളുകളിൽ നമുക്കുണ്ടാകേണ്ട ഉണർവ്, ഹൃദയത്തിനകത്തൊരു ഉണർവുണ്ടാകണം. ഹൃദയം കത്തിക്കൊണ്ടിരിക്കണം. യേശു എമ്മവസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ സംസാരിച്ചു. അപ്പോൾ അതിനുശേഷം അവർ പറയുകയാണ്, യേശു പോയി കഴിഞ്ഞതിന് ശേഷം പറയുക, അവൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലേ? ഹൃദയത്തിനകത്തൊരു ഉണർവ്. ഇന്ന് പകൽക്കാല സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പറ, എൻ്റെ ഹൃദയത്തിലൊരു ഉണർവുണ്ടാകട്ടെ, എൻ്റെ ചങ്കിനകത്തൊരു ഉണർവുണ്ടാകട്ടെ, എൻ്റെ മനസ്സിനകത്തൊരു ഉണർവുണ്ടാകട്ടെ. കന്നുകാലികളും ഗോശാലകളും മുന്തിരിവള്ളികളോ സകല ഉണങ്ങിപ്പോയാൽ എൻ്റെ ഹൃദയം ഉണർന്നുകൊണ്ടിരിക്കട്ടെ. ഹൃദയത്തിൽ വ്യാപരിക്കുന്ന ഉണർവ്. ഇവിടെ ഉണർവിന്റെ 5 തലങ്ങളെ പറഞ്ഞു. മനം തിരിയുന്നു, മനം തിരിയുന്നു. 2, ആ മനംതിരിവിന് ശേഷം അത് ഏറ്റുപറയുന്നു. 3, യാചിക്കുന്നു. 4, പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. 5, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ 3 തലങ്ങളെ കുറിച്ച് പറഞ്ഞു. ഉണർവ് വ്യാപരിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ടാകും. ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് ലോകം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയണോ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുകയായിരുന്നോ? പക്ഷേ ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് രാത്രിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ദിവസം 4 നേരം പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ദിവസം 4 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. കുറെ നാളുകളായിട്ട് രാത്രി പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റിരിക്കും, പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോകുമായിരുന്നു. പക്ഷേ ഈ ഉപവാസ പ്രാർത്ഥനകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവം എനിക്ക് ഒരു ഉണർവ് നൽകി. എൻ്റെ പ്രാർത്ഥനാ ജീവിതം റിസ്റ്റോർ ചെയ്യപ്പെട്ടു. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, ഉണർവ് വന്നാൽ പ്രാർത്ഥനാ ജീവിതം റിസ്റ്റോർ ചെയ്യപ്പെടും. ഉണർവ് വന്നാൽ പ്രാർത്ഥനകൾ ബലപ്പെടും. ഈ നാളുകളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ എന്നിൽ ഒരു ഉണർവ് വ്യാപരിക്കട്ടെ. ഉണർവ് വ്യാപരിച്ചാൽ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന അരമുറി പാട്ട്
പാട്ടിനകത്ത്, ഒരു സങ്കീർത്തനത്തിനകത്ത് കുറിയലൈസം പറഞ്ഞു തീരത്തില്ല. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകൾ കാത്തിരിപ്പ് യോഗങ്ങളായി മാറ്റപ്പെടാം. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകൾ വലിയ വർഷിപ്പുകളായി മാറ്റപ്പെടാം. രാത്രിയുടെ യാമങ്ങളൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് നിങ്ങൾ കിടക്കയിൽ കിടന്ന് ഉരുളത്തില്ല. പകരം രാത്രിയുടെ യാമങ്ങളൊക്കെ നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഉണർവ് വ്യാപരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം ബലഹീനപ്പെട്ട് വരത്തില്ല. ഉണർവ് വ്യാപരിച്ചാൽ നമ്മുടെ മുഴങ്കാലുകളിൽ തഴമ്പ് വളർന്നുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ ദൈവമക്കൾ വിളിച്ചു പറ, ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ഞാനൊരു പ്രാർത്ഥനാ മനുഷ്യനായി മാറാ, ഞാനൊരു പ്രാർത്ഥനാ വീരനായി മാറാ. പ്രാർത്ഥനയുടെ ബന്ധം, പ്രാർത്ഥനയുടെ ശക്തി എന്നിൽ വെളിപ്പെട്ടു തുടങ്ങും. പ്രാർത്ഥന അത് ദൈവത്തോടുള്ള ബന്ധമാണ്. പ്രാർത്ഥന അത് ദൈവവുമായുള്ള സഹവാസമാണ്. പ്രാർത്ഥന അത് ദൈവത്തിനുള്ള സമർപ്പണമാണ്. പ്രാർത്ഥന അത് വിശുദ്ധിക്ക് വേണ്ടിയുള്ള വാഞ്ചയാണ്. പ്രാർത്ഥന അത് ദൈവത്തിന് നൽകുന്ന ആരാധനയാണ്. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നവർ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. അന്യഭാഷകളിൽ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്നവർ ദൈവസഭയിൽ എഴുന്നേൽക്കട്ടെ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അഭിഷക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കാലഘട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ദേശത്തിൽ എഴുന്നേൽക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനകള് നിനക്കൊരു 10,000 രൂപ കിട്ടുന്നതിനെക്കാട്ടിലോ, നിനക്ക് 1 കോടി രൂപ കിട്ടുന്നതിനെക്കാട്ടിലോ, നിനക്ക് എടപ്പള്ളിയിൽ 5 സെന്റ് വസ്തു കിട്ടുന്നതിനെക്കാട്ടിലോ ഇന്ന് പകൽ വിളിച്ചു പറ, ഒരു ഉണർവനിൽ വ്യാപരിക്കട്ടെ. ഞാനൊരു പ്രാർത്ഥനാ മനുഷ്യനാകട്ടെ. ഞാനൊരു പ്രാർത്ഥന മനുഷ്യനാകട്ടെ. ഉണർവ് നമ്മളെ പ്രാർത്ഥന മനുഷ്യരാക്കി തീർക്കാം. ഉണർവ് നമ്മളെ പ്രാർത്ഥന മനുഷ്യരാക്കി തീർക്കാം. ഇന്ന് പ്രാർത്ഥനയിൽ എത്ര ദൈവമക്കൾ ഒരു ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുന്നു? ഐ നീഡ് എ റിവൈവൽ. എനിക്കൊരു ഉണർവ് വേണം. എന്തിനു വേണ്ടിയാ? കൈകൊട്ടാനും പാടാനും മാത്രമല്ല. എനിക്ക് പ്രാർത്ഥിക്കണോ, രാത്രികളിൽ ഇരുന്ന് പ്രാർത്ഥിക്കണോ, മണിക്കൂറുകൾ നീണ്ട് പ്രാർത്ഥിക്കണോ. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ഉണർവ് വരട്ടെ. ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് പ്രാർത്ഥിക്കുന്നവരാകട്ടെ. ഞങ്ങൾ രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങൾ ചെയിൻ പ്രയറുകൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞങ്ങൾ അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങൾ രാത്രിയുടെ യാമങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ ഏകാന്തതകളൊക്കെ പ്രാർത്ഥനകളായി മാറട്ടെ. യേശുവേ, ഐ നീഡ് എ റിവൈവൽ. എനിക്ക് പകൽ എത്ര പേർ പറയോ, എന്റെ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതം, എന്റെ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതം എനിക്ക് മടക്കി വേണോ, എനിക്ക് മടക്കി വേണോ, എനിക്ക് മടക്കി വേണോ. ഇന്ന് പകലൊന്ന് പറഞ്ഞു തുടങ്ങിയാട്ട് എന്റെ കർത്താവേ, a beautiful prayer life എനിക്കൊന്ന് മടക്കിത്താ. എന്റെ മുഴങ്കാലുകളിൽ ഒരിക്കൽ കൂടെ ആ തഴമ്പ് വ്യാപരിക്കട്ടെ. എന്റെ കാൽപൊത്തകളിൽ പിന്നെയും ആ തഴമ്പ് വ്യാപരിക്കട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട് ഒരു റിവൈവൽ ഇതിനകത്തുണ്ടാകണം. ഇതൊരു പ്രാർത്ഥനാലയമോ. ഈ ബാല സൗഡിയാണ് ഇതാ ദൈവം ചിലരെ തൊടുന്നു. നിന്റെ മേലൊരു പ്രാർത്ഥനയുടെ അഭിഷേകം, ഒരു പ്രാർത്ഥനയുടെ ശക്തി ഇതാ നിന്റെ മേൽ പകരുന്നു. We need a revival, Father, to pray in thy presence, to intercede in thy presence. Urabala bala andara dara sheberia. എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നോട്ടെ. ഒരു നിമിഷം അന്യഭാഷകള്, ഒരു നിമിഷം അന്യഭാഷകള് ആത്മാവ് കൊണ്ട് പ്രാർത്ഥിച്ചോട്ടെ. ഇതാണ് ഉണർവ്. പ്രാർത്ഥനയാണ് ഉണർവ്. ഉണർവിന്റെ അടയാളം പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കുക. പ്രശ്നങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവിക ബന്ധത്തെ. Yes, a mighty revival. ഉല്ലംബാര അടലങ്കാദ അസിപ്രേദേ ശബ്ദേരേദേ സന്ദരേദേ റീഗൽകാര പ്രവരേകശ തൂലക്കൈട പത്തേരകദേ ആസിത്തരകല പത്യാരമന ഉല്യാര സത്തോലിയ കബാരിയ. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് പ്രാർത്ഥനയെ തടയുന്ന സകല പോരുകൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. പ്രാർത്ഥനയെ ബന്ധിക്കുന്ന പോരുകൾ, കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കാൻ പറ്റാതെ, വീട്ടിനകത്ത് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സകല സ്പിരിറ്റുകൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത പോരുകൾ, കുടുംബമായി പ്രാർത്ഥിക്കാൻ കഴിയാത്ത പോരുകൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. കുടുംബ പ്രാർത്ഥനകൾക്കെതിരായ പോരിനെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു.
ആത്മാവിൽ എഴുന്നേറ്റ് ആത്മാവിൽ ജയമെടുത്ത്. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, കുടുംബ പ്രാർത്ഥനകളെ തടയുന്ന ചില സ്പിരിറ്റുകൾ ഇതിനകത്ത് അഴിഞ്ഞു മാറാൻ പോവാ. കുടുംബ പ്രാർത്ഥനകളെ തടയുന്ന സ്പിരിറ്റുകൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. യെസ്, ലിയാരമ സൗരിയാന, യെസ് സൗരെ കാബാരിയ തുലാമാനിയ. പ്രാർത്ഥിക്കുമ്പോൾ തൊണ്ട വരണ്ടു പോകുന്ന പോരനുഭവിക്കുന്ന ചിലർ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അപ്പ തൊണ്ട വരളുന്ന പോര്, പ്രാർത്ഥിക്കാതെ വെള്ളം നിന്റെ കണ്ടനാളത്തെ കെട്ടുന്ന പോര്, പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ഉടനെ തൊണ്ട വരളുകയാ, വെപ്രാളം എടുക്കുക. ആ സ്പിരിറ്റിന്റെ മേൽ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ we proclaim the weak free.